ഇത് ഡബിൾ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കൂട്ടിയടിക്കാം. ഈ ഭാഗം ഇങ്ങനെ ഒന്നിച്ചിട്ട് രണ്ട് ഓട്ടത്തിന്റെ ഭാഗം ഒന്നിച്ചിട്ട് ഇരിപ്പിന്റെ ഭാഗം അടിക്കാം. ജോയിൻ ചെയ്തേക്കാം. കെട്ടിട്ട് അടിക്കണം. മറ്റേ ഭാഗവും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 1 ഇഞ്ച് നമുക്ക് ഇത് മടക്കി അടിക്കാൻ നമ്മൾ ഇട്ടിട്ടുണ്ട് നേരത്തെ. അവിടെ നോച്ചിട്ടിരുന്ന് ആ നോച്ചിന്റെ താഴത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എൻഡ് ചെയ്യാം. ആർക്കും അതാ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പണി കഴിഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നൂല് ഇതിടാനുള്ള ഡോർ ഇടാനുള്ള ഒരു ഇതിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ലേശം ചെറിയ രീതിയിൽ ശേഷം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ അല്ല, ഓപ്പണിന് അടിക്കൂല നമ്മള്, അതേപോലെ അടിച്ചു കൊടുക്കുക. അത് നമുക്ക് പിന്നെ പൊട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെയല്ല, ആദ്യം അങ്ങനെ ചെയ്ത് വെച്ചാലും മതി. അത് കുഴപ്പമില്ല. ഇവിടെ പൊട്ടിച്ചു കൊടുത്താലേ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ മടക്കി അടിച്ചു വെക്കുക. ഇതിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ടയർ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഡോറി ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ല. കുറച്ചും കൂടെ വലിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിനുള്ള രീതിക്ക് ഇട്ടാൽ മതി. അത് 1 ഇഞ്ചിക്ക് ഉണ്ടാവും എങ്ങനെയായാലും. ഇവിടെയൊക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അത് മറക്കല്ലേ. ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ കമന്റ് എന്താണെന്നെങ്കിലും അറിയിക്കുക. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ടിപ്സുകൾ വേണമെങ്കിൽ അത് പറയാം. അതുപോലെ എന്തൊക്കെ ഡ്രസ്സിന്റെ വീഡിയോസ് ആണ് വേണമെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡോറി ഇതുമ്മ കുടുങ്ങരുത് കേട്ടോ. നമുക്ക് വെക്കാൻ പറ്റൂല. അതിനുള്ള സ്പേസ് ഇട്ട് വേണം അടിക്കാൻ. ഇനി നമ്മള് സിമ്പിൾ, ഇനി അതിലും വലിയ സിമ്പിൾ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ 9 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് നമുക്ക് ആവശ്യം വരും ബോഡിക്കായിട്ട്. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നു. കഴിഞ്ഞു. എപ്പോഴും നമുക്ക് ഈ ഭാഗമാണ് ലൂസ് വേണ്ടത് പെണ്ണുങ്ങൾക്ക്. പ്രത്യേകിച്ച് റെഡിമെയ്ഡിൽ നമുക്ക് കാലിന് തീരെ വീതി കിട്ടൂല. ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീറ്റിന്റെ ഭാഗം ഇരിക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മളായിട്ട് നമുക്ക് അങ്ങനെ പിശുക്കി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ
കുറച്ച് വീതി ഇറക്കത്തിലൊക്കെ വലുപ്പത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡ്രസ്സ്. അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് പിന്നെ അത് പൊട്ടി പോകും, കേടൊന്നും ഒഴിവാക്കേണ്ടി വരും. അപ്പൊ നമ്മളെ ബോട്ടം ബോട്ടത്തിന് പണി കഴിഞ്ഞിട്ടോ, സിമ്പിൾ. ഇനി ഇത് വേണമെങ്കിൽ ലേശം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അത് ഇതേറ്റും ചെയ്യാം, ഓപ്പൺ ചെയ്യുന്ന വേറെ സംഭവം ഉണ്ട്, അതേറ്റും ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി, നോ പ്രോബ്ലം. തുമ്പൊക്കെ ഉണ്ട വെട്ടി കൊടുക്കാം, നൂലിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിലേ. നമുക്ക് നോക്കാം ലാസ്റ്റ് എങ്ങനെയാണ്. അപ്പൊ നമ്മളെ ബോട്ടം റെഡിയായി. അതിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് അടിച്ചിട്ട് നമുക്ക് എത്ര കിട്ടി നോക്കാം. ഡബിൾ എക്സൽ ആണെന്ന് പറഞ്ഞല്ലേ നമുക്ക്, നമ്മള് ഇങ്ങനെ വരും കേട്ടോ. 41 ഇഞ്ചിന്റെ ഒന്നരാളം കിട്ടുന്നുണ്ട്, ധാരാളം എടുത്തും എനിക്ക് വെല്ലുണ്ട്. ഇത്രേ ഉള്ളൂ സാധാ പാൻറ് കേട്ടോ. ഈ ഒരു പാൻറ് തയ്ക്കാന് സിമ്പിൾ, വെറും 5 മിനിറ്റും കൂടെ വേണ്ട, ഒരു 3 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തയ്ക്കാം. ഞാനിത് വീഡിയോ ചെയ്യുന്ന കാരണമാണ്, അല്ലെങ്കിൽ കട്ടിങ് സ്റ്റിച്ചൊക്കെ ഒപ്പം ഞാൻ ചെയ്തിരുന്നു. 5-6 ഇട്ടിട്ടാണ് ഒന്നിച്ച് ചെയ്യല്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ പാൻറ് ചെയ്യാൻ, ആർക്കും സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം, എന്നിട്ട് റിസൾട്ട് പറയാം അങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ.